ഇവര് ആണുങ്ങളൊക്കെ കളച്ചെടുക്കും. പെണ്ണുങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള മണ്ണൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് ഫിനിഷിങ് ആക്കും. അതാണ് ഇവരുടെ ജോലി. ആ ജീപ്പിലാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്നത്. അതായത് ലോക്കലിൽ ഇവിടെ ഓട്ടോറിക്ഷ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് തിരിക്കാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ചൊറ ഉണ്ടാവും. റാഗി ബെൻഡ ಅದೆಲ್ಲ ಬೆಂಕಿಲಿ ಬೇಯಿಸಿ ನೀಟಿಗೆ ಕುಕ್ ಇದು ಮಾಡಿ ಅದು ಫಸ್ಟ್ ಕ್ವಾಲಿಟಿ, ಇದು ಸೆಕೆಂಡ್ ಕ್ವಾಲಿಟಿ. അത്രയും മഞ്ഞ വേണ്ട. ഹലോ ഗൈസ്, ഞാനിപ്പോ കബനി എന്ന് പറഞ്ഞ ആ ഒരു ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ബീച്ചനള്ളി എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്താണ് ഞാനുള്ളത്. ഇപ്പോൾ കർണാടകയിൽ നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ 2 ദിവസം നമ്മൾ ഇതിൻ്റെ തുടരെല്ലാം കറങ്ങി പല ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് ഇന്ന് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങൾ വന്നന്ന് ഇവിടെ ഒരു റൂം എടുത്തിരുന്നു. ഇവിടെ ചെറിയൊരു ഒരു വീടും ചെറിയൊരു ചായക്കടയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെ മുകളിൽ റൂമുണ്ടായിരുന്നു. ഞങ്ങൾ വന്നന്ന് അവിടെ റൂം എടുത്തതാണ്. റൂം എടുത്തിട്ട് നമ്മൾ ഇവിടെ പരിസരത്തുള്ള ചെറിയ കുറേ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഒക്കെ പോയിട്ട് കണ്ടിരുന്നു. ഇപ്പം ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് ഈ കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നൂഗൂർ ഫോറസ്റ്റിന്റെ അകത്തൂടെ പോയി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കുള്ള കുറച്ച് വില്ലേജുകളൊക്കെ കാണാൻ വേണം. നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമാണ്. പുതിയ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞങ്ങളിന്ന് ഞാനും ബീബ്രോയും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടുന്ന് ഒക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി ഞങ്ങൾ നേരെ പുറപ്പെടുകയാണ്. അപ്പോൾ ഈ തൊട്ട് മുമ്പിലാണ് നമ്മുടെ ഡാം ഉള്ളത്. അതായത് കബനി ഡാം, ബീച്ച്നള്ളി ഡാം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് ബീച്ച്നള്ളിയാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെടാൻ വേണ്ടി ഒക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി റൂം വെക്കേറ്റ് ചെയ്ത് ചെക്കൗട്ട് ഇതിന് മുകളിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ ഉണ്ട് ദേവ റൂംസ് എന്ന് പറഞ്ഞിട്ടൊരു 2-3 റൂമേ ഉള്ളൂ. പക്ഷെ നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്പറൊക്കെ ഉണ്ട്. ഈ വഴിക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. പുറപ്പെടാം. ഫുൾ എനർജി അല്ലേ? കാട്ടിക്കൂടെ തന്നെ അല്ലേ പോക്ക്? കാട്ടിൽ കൂടെയും പുഴയിൽ കൂടെയും. പുറപ്പെടാം. നമ്മൾ ഫസ്റ്റ് ഈ വഴിക്ക് ഇങ്ങോട്ടാണ് പോകാൻ വേണ്ടി റൂട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളൊരു അൺനൗൺ നോ പ്ലാൻ ട്രിപ്പ് ആയതുകൊണ്ട് റൂട്ടിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ കടയിലെ ചേച്ചി നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൂടെ പോകണമെങ്കിൽ ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ കുറേ ടൗൺ ഏരിയ ആണുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നല്ല ഫോറസ്റ്റ് റൂട്ട് വില്ലേജൊക്കെ കിട്ടണമെങ്കിൽ നൂഗൂർ വഴി പോകാം. അല്ല, ഈ വേറൊരു റൂട്ടുണ്ട്, ആ റൂട്ടിലൂടെ പോകാൻ പറഞ്ഞു, കുറേ വില്ലേജൊക്കെ ഉള്ള. അപ്പോൾ ആ റൂട്ടിലൂടെ പോകാൻ വേണ്ടി നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ബീച്ച്നള്ളി ഡാമിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് കയറി പോകുന്ന ഒരു റോട്ടിലൂടെ പോകാനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ആ വഴിക്ക് പോകാനാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ആ വഴിക്ക് പോകുമ്പോൾ കുറേ ഗ്രാമപ്രദേശങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്ലാനിങ് അങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ കാണാം, ഇവിടെയാണ് ബീച്ച്നള്ളി ഡാം ഉള്ളത്. അതായത് കബനി ഡാം എന്നായിരിക്കും പേരുണ്ടാവുക. പക്ഷെ ഈ സ്ഥലത്തിന്റെ പേര് ബീച്ച്നള്ളി ആയതുകൊണ്ട് ബീച്ച്നള്ളി ഡാം എന്നും കൂടെ ഇതിന് ഒരു പേരുണ്ട്. പിന്നെ അത്ര ഒരു വലിയ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഒന്നും അലൗഡ് ഉള്ള ഒരു ഡാം ഒന്നുമല്ല. വെറും 4 ഷട്ടർ മാത്രമുള്ള ഒരു ചെറിയൊരു ഡാമാണ്. പിന്നെ ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ്. പിന്നെ ഇതൊരു ഉൾപ്രദേശത്തേക്ക് പോകുന്ന റോഡാണ്. പക്ഷേ ഈ ഒരു ഡാം സൈറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ കുറച്ചിങ്ങനെ ഒരു വീതിയും ഒക്കെ ഉള്ള ഒരു പരിപാലനമൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് കാണപ്പെടും. മറ്റേതെല്ലാം ഇത് അപ്പുറത്തേക്കെല്ലാം ഫോറസ്റ്റാണ്, കാടാണ്. കുറച്ച് ഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്, നാഗർഹോള ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റാണ്. ഞങ്ങൾ ഇവിടെ ഇന്നലെ താമസിച്ചിട്ട് രാത്രി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ ഫുള്ള് ഇരുട്ടും കാടും ഒരു സ്ട്രീറ്റ് ലൈറ്റും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മുടെ മുമ്പിൽ നേരെ കാണാം, അതാണ് ഡാമിൻ്റെ എൻട്രൻസ്. അതിൻ്റെ ഒഫീഷ്യൽസും മറ്റൊക്കെ മാത്രം, സ്റ്റാഫ് മാത്രമേ അവിടെ എൻ്റർ ആവുന്നത്. മറ്റുള്ളവരാരും അവിടെ അങ്ങനെ എൻ്റർ ആവുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് ജംഗ്ഷൻ എന്നാണോ മറ്റേ റോഡുണ്ട്, ഇതാണ് ഡാമിൻ്റെ എൻട്രൻസ്, ബീച്ച്നള്ളി ഡാം. അതിൽ കന്നഡത്തിൽ എന്തോ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ബട്ട് നമുക്കത് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെ എത്തുന്നു. ഇവിടെ കുറേ ഒഫീഷ്യൽസിൻ്റെ പഴയ വീടുകളൊക്കെ ഉണ്ട്. ഈ ഡാം ഒഫീഷ്യൽസിൻ്റെ അതൊക്കെ ഇപ്പോൾ
താമസം കൊണ്ട് മാറ്റിയതിന് ശേഷം ഒക്കെ കുറെ ഇതായി കിടക്കുന്നു. ആ ക്ഷേത്രത്തിൽ ബീച്ചിനള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നമ്മൾ ചെറിയ ചായക്കടയൊക്കെ ഞങ്ങളോട് ഒന്ന് ചായയൊക്കെ കുടിച്ചിരുന്നു. ബീച്ചിനള്ളി ഡാമിന്റെ ഷട്ടർ ഭാഗത്തുള്ളത്. ഷട്ടറൊക്കെ ക്ലോസ് ചെയ്ത് കിടക്കുകയാണ്. ഇവിടുത്തെ ഈ ഡാമിന്റെ സൈറ്റിലുള്ള സ്ഥലം ബീച്ചിനള്ളി എന്ന് പറഞ്ഞ സ്ഥലം, അതിന്റെ ഒരു ചെറിയ അങ്ങാടിയാണ് ഈ കാണുന്നത്. ലെഫ്റ്റ് അല്ലേ? ഇവിടെ നമ്മൾ ലെഫ്റ്റ് ആണ് പോകുന്നത്. ബീച്ചിനള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജ്. ഇവിടുത്തെ ടാക്സി ജീപ്പൊക്കെ കണ്ടില്ലേ, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ആ ജീപ്പിലാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്നത്. അതായത് ലോക്കലിലേക്ക് പറഞ്ഞു. ഇവിടെ ഓട്ടോറിക്ഷ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ബസ് വല്ലപ്പോഴൊക്കെ വരും. പിന്നെ ഉള്ളത് ഈ ജീപ്പാണ്. അതായത് കമാൻഡർ ജീപ്പ് ടൈപ്പ് ആയിട്ടുള്ള ജീപ്പ്. രണ്ട് ഫ്രണ്ടിലേക്ക് 2 സീറ്റായിട്ടുള്ള ആ ഒരു ജീപ്പൊക്കെയാണ് ഇവിടെ കടകളും മറ്റൊക്കെ. റോഡൊക്കെ ഭയങ്കര പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഭയങ്കര ഇൻറ്റീരിയർ പ്ലേസ് ആണ്. ഇപ്പം ഇതിലൂടെ കടന്നു വേണം നമ്മൾ ഇനി പോകാൻ. കുറച്ച് ദൂരം, എത്ര ദൂരം ഉണ്ടെന്ന് നമുക്കറിയില്ല. അൺനോൺ റൂട്ട്. നമ്മളിതുവരെ അറിയാത്തൊരു റൂട്ട് കണ്ടുപിടിച്ച് നമ്മൾ പോവാണ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ഇങ്ങനെ പോകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയും കാണുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ പോകുന്നു. ഇവിടുന്ന് കൃഷിപ്പാടങ്ങളായിരിക്കും ജനവാസ കേന്ദ്രങ്ങളിൽ കൂടുതലുണ്ടാവുക. അത് സാധാരണ നോർമലായിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന പോലെ തന്നെ. പക്ഷേ ഇവിടുന്ന് വഴിക്ക് പോകുമ്പോൾ നൂഗൂർ ഡാം റിസർവോയറും അതുപോലെ തന്നെ അതുവഴി കടന്നു പോകുന്ന ഒരു ഫോറസ്റ്റും ഉണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ പോകണം. ആ റൂട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു എയിം ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതൊക്കെ ഏതാ സ്ഥലം? ഇവിടെ റോഡ് പുതിയ പണി ചെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പൊളിച്ചിട്ട് വീതി കൂട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഒന്നല്ല 2-3-4 ക്ഷേത്രമുണ്ട്. ഇനി ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ് മറ്റേ ക്ഷേത്രങ്ങളൊന്നും അറിയില്ല. ഇങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലം. ഗംഭീരമായിട്ടുള്ള റോഡ് പണിയാണ് നടക്കുന്നത്. റോഡ് നനയ്ക്കുന്നുണ്ടോ? ഇവിടെ മുമ്പ് ചെറിയൊരു റോഡായിരുന്നിരിക്കാം. പിന്നീട് ഇപ്പോൾ അത് വീതിയാക്കാൻ വേണ്ടി കല്ലൊക്കെ പായി അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ വന്നപ്പോൾ 2 റോഡ്. ചെറിയൊരു സ്ഥലമാണത്, പക്ഷേ കുറച്ച് വലിയൊരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലം. ഇവിടെ തന്നെ പോവാം. ഇതേതാ സ്ഥലം? എന്തോ ഹള്ളിയായിരിക്കും. ഹള്ളിയായിരിക്കും, പക്ഷെ ഇതിന് പേരുണ്ടാവും. ചോദിച്ചോക്കാം. പൂർവ്വ എക്സ്പീരിയൻസ് ഇത് സർഗൂർ. ഓക്കെ. സർഗൂർ ആകുമ്പോ ചെറിയ ടൗൺ ആണല്ലോ അല്ലേ? നമ്മള് സർഗൂർ എത്തി. സർഗൂർ എന്ന് പറഞ്ഞ ചെറിയൊരു ടൗൺ ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫോറസ്റ്റ് റൂട്ടൊക്കെ വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിതിന്റെ പോണ്ട റോഡ് ഇതിന്റെ തൊട്ട് അപ്പുറത്താണുള്ളത്. ഇതാണോ?
ആ റൈറ്റ് അല്ലേ? അങ്ങോട്ടാണ് സർഗൂർ ടൗണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ പോകണം. സർഗൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെത്തി, വഴി തെറ്റി അങ്ങനെ പോവാണ്. ഇതിൻ്റെ അകത്തൂടെ കയറി വേണം പോകാൻ. ഇല്ലേ, ഇതിലൂടെ പോകുന്ന ഒരു വ്യത്യാസമായിട്ട് ഇത് അങ്ങനെ അപ്പുറത്തെ റോഡിൽ ചെന്ന് കയറുമായിരിക്കും. അതാ സർഗൂർ എന്ന സ്ഥലത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ കൂടി നമ്മൾ പോകുന്നത്. ടൗൺ ആണല്ലോ അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചുമ്മാ ഒന്ന് കയറി പുറത്തിറങ്ങി ഇവിടുന്ന് ലെഫ്റ്റ് കയറി അങ്ങ് പോവാം. സർഗൂർ സ്ഥലത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, ഓക്കെ 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 ഓക്കെ. ഇവിടുന്ന് റൈറ്റാ? വീണ്ടും 2 റോഡ് അല്ലേ? വീണ്ടും 2 റോഡ്. ആ ഓക്കെ. ഹാൻഡ് പോസ്റ്റ് എന്നാ? ഓക്കെ, ഇവിടുന്ന് വീണ്ടും റോഡ് നേരെയാ? ഓക്കെ 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 ഓക്കെ. നമ്മൾ കറക്റ്റ് റൂട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ കൂടെ പോയാല് നൂഗൂർ റിസർവോയറിന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കടക്കും. നമ്മൾ അവിടുന്ന് ഒരു ഇൻറ്റീരിയർ റൂട്ടിലേക്ക് കടന്നു. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇവിടുത്തെ ഈ തനതായ കൃഷി ഒക്കെ കണ്ട് അങ്ങനെ പോകാൻ പറ്റും, നോക്കാം. പക്ഷെ മുമ്പോട്ട് ഒരു മല കാണുന്നുണ്ട്, ഫോറസ്റ്റാണ്. അത് വരെ ഉള്ളത് പോകാം. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ കറങ്ങി അപ്പുറത്തെ ഇതിലൂടെയൊക്കെ വരുമോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ റൂട്ടിന് അങ്ങനെ പോയി നോക്കാം. നമ്മളൊരു അവസാനത്തെ എൻഡിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ നല്ല രീതിയിൽ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് ആ ഭാഗത്ത്. ആ ഭാഗത്തുണ്ട്. ഇതിൻ്റെ അകത്തൂടെ ഒക്കെ പോയ വീടുകളൊക്കെ കാണാൻ പറ്റും. മുന്നോട്ട് പോയാൽ ഇതാണ് ഇവിടുത്തെ ഒരു അവസാനത്തെ ഒരു ഗ്രാമം. ഇതിന്റെ പേരൊന്നും അറിയില്ല, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു നോക്കാം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഫോറസ്റ്റ് ആണ്. ഇതുവരെ ഉള്ളു ഗ്രാമങ്ങളുള്ളത്. ഇഞ്ചിയ അങ്ങോട്ട് ഫോറസ്റ്റാ. യെസ്. വോ വോ. നമ്മള് ഈ കാണുന്നത് ഫോറസ്റ്റ് ആണ്. ഇവിടെ വെച്ച് റോഡ് അങ്ങ് അവസാനിച്ച പോലെയാണ്. പിന്നെ വനം വകുപ്പിന്റെ ആൾക്കാർക്ക് മാത്രം പോകാനുള്ള ഒരു വഴി പോലെ നമുക്ക് തോന്നും. അങ്ങനെയാണെന്ന് ഉറപ്പില്ല, പക്ഷെ ഏകദേശം അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഇവിടുന്ന് ഇനി ഇവിടെ ആൾക്കാർ ഒരുപാട് ഭയങ്കര കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കുറെ ആൾക്കാർ കൊത്തുന്നു, കളയ്ക്കുന്നു. കുറെ സ്ത്രീകളുണ്ട്. ഈ മലന്റെ അടിവാരത്തുള്ള ചെറിയൊരു ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ പേര് മുതൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇപ്പുറത്ത് കൃഷി ചെയ്യുന്നു, അതിന്റെ കുറച്ച് അപ്പുറത്തേക്കൂടെ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാമം പേരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഗൈസ്, ഇത് അരിഷ്ട ആണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അരിഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളാണ്.
ഞാൻ വന്ന് പറഞ്ഞത് ഇഞ്ചിയാണ്. ഇഞ്ചിക്ക് ചുണ്ടി എന്നാണ് പറയുക. ചുണ്ടി ഇവിടെ കൃഷി ചെയ്യുന്നില്ല. ഈ കാണുന്നതെല്ലാം പിന്നെ മഞ്ഞളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. മഞ്ഞൾ പറിച്ചെടുക്കുന്ന സമയമാണ് അപ്പോൾ. പിന്നെ ഇവിടെ ഒരു ഡാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇൻട്രോ എടുക്കുന്ന സമയത്ത്. അത് ആ കാണുന്ന കെട്ടുണ്ടല്ലോ, അതിൻ്റെ അപ്പുറം ഫുൾ ഡാമാണ്. അതായത് നൂഗൂർ റിസർവോയർ എന്നിട്ട് നമ്മൾ മാപ്പിൽ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലൂടെ വേണം നമുക്ക് പോകാൻ. ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം റോഡ് പിടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വേണം പോകാൻ. ഇപ്പോൾ ഇത് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് റോഡ് ഉണ്ടെങ്കിലും ഇതങ്ങനെ തിരിഞ്ഞ് ആ സൈഡിലേക്ക് തന്നെ പോയിട്ട് സർഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നൊരു റോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇത്രയും ഭാഗം മൊത്തം കൃഷിയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് ഒദ്ദേഗാല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മെയിൻ റോഡിൽ നിന്നുള്ള സ്ഥലം ജയനഗർ, ഒദ്ദേഗാല ജയനഗർ, ഒദ്ദേഗാല എന്നാണ് ഗ്രാമത്തിന്റെ പേര്. ഇപ്പൊ ജയനഗർ എന്ന് 2 പേരുണ്ട്. ഇപ്പോൾ അവിടുന്ന് നമ്മൾ ചോദിച്ച സമയത്ത് ഒദ്ദേഗാല എന്ന് പറഞ്ഞു, ജയനഗർ എന്ന് പറഞ്ഞു. പക്ഷെ അതെന്തോ ആയിക്കോട്ടെ. ബട്ട് നമ്മളിപ്പോ എത്തിയിരിക്കുന്ന ഈ സ്ഥലം ഒരു ഫൈനൽ വില്ലേജ് ആണ്. അതിപ്പോ നമുക്ക് കാണാൻ പറ്റി. ഉള്ളു മഞ്ഞൾ കൃഷിയാണ് ഇവിടെ. ഇതിന്റെ അപ്പുറത്തേക്കുള്ള വീടുകളും മറ്റൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ ഇവിടെ മഞ്ഞളാണെങ്കിൽ റോഡ് കടന്ന് അപ്പുറത്തേക്ക് കടന്നെങ്കിൽ അതിന്റെ മേളിലൊക്കെ അവിടെ ആ ഭാഗത്തേക്കൊക്കെ ഫുള്ള് ഇഞ്ചിയാണ് കൃഷി ചെയ്യുന്നത്. അത് ചുണ്ടി എന്ന് പറയും. അപ്പോൾ ഇവിടൊക്കെ മലയാളികൾ വന്നിട്ടാണ് ഇത്ര സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നതാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ജയനഗർ എന്ന് പറഞ്ഞ ഈ ഒദ്ദേഗാല ಗ್ರಾಮದಿಂದ ಉಳ್ವಾರ್ತು പോയിട്ട് ಅವ್ರ വീടൊക്കെ ഒന്ന് കാണാൻ പറ്റും. ಒಂದು ಕ್ವಿಂಟಲ್ಗೆ ಎಷ್ಟು ರೇಟ್ ಸಿಗುತ್ತೆ ನಿಮ್ಗೂ? ಇದು 16,000. 16 16 ഒരു ಇದಲ್ಲ, ಇದು ಕ್ಲೀನ್ ಮಾಡಿ ಬಿಟ್ರೆ ಇದು 4ರಿಂದ 5,000 ಒಂದು ಕ್ವಿಂಟಲ್. ನೀಟಾಗಿ ಇದು ಪೈರು ಬೆಂಕಿಲಿ ಬೇಯಿಸಿರ ಆ ಕಡೆ ಐತೆ ನೋಡಿ, ಅಲ್ಲಿ ಬೇಯಿಸಿರೋದು ಆ ಕಡೆ ಐತೆ. ಅದಕ್ಕೂ ರೇಟ್ ಜಾಸ್ತಿ. ಅದಕ್ಕೆ 16 16. ಅದಕ್ಕೆ 16. ಇದಕ್ಕೇನು ಬರೀ 4,000 16,000. ಅದು 16,000. ಅದೆಲ್ಲ ಬೆಂಕಿಲಿ ಬೇಯಿಸಿ ನೀಟಾಗಿ ಕುಕ್ಕೆ ಇದು ಮಾಡಿ ಒಲೆ ಹಾಕಿ. ಅದು ಫಸ್ಟ್ ಕ್ವಾಲಿಟಿ, ಇದು ಸೆಕೆಂಡ್ ಕ್ವಾಲಿಟಿ. ಇಲ್ಲ, ಅದು ಅದನ್ನ ಬೇಯಿಸ್ತದೆ, ಅದು ಯೂಸ್ ಆಗೋದು, ಇದು ಯೂಸ್ ಆಗಲ್ಲ. ಇದು ಬರೀ ಬಿತ್ತಕ್ಕೆ ಹಾಕಬಹುದು ಅಷ್ಟೇ, ಇದು ಬಿತ್ತಕ್ಕೆ ಬೀಜಕ್ಕೆ ಮಾತ್ರ. ಬಟ್ ಅದೇ ಯೂಸ್ ಆಗೋದು. ಅರ್ಶಿನದ ಪುಡಿ, ಖಾರದ ಪುಡಿಗೆ ಮಾಡ್ತಾರಲ್ಲ ಅದು, ಮತ್ತೆ ಮೆಡಿಸನ್ ಅದಕ್ಕೂ ರೇಟ್ ಜಾಸ್ತಿ ಐತೆ ನೋಡಿ. ಅಲ್ಲಿ ಹಾಕಿದ್ರೆ ಹೋಗಿ ಆ ಕಡೆ ಎಲ್ಲ ಒಣಗಾಕಿದ್ರೆ ತುಳಿಬೇಡಿ, ಸೈಡ್ ಅಲ್ಲಿ ಹೋಗಿ ಅದು ಐತಲ್ಲ ಹಾಕೋರ, ಇಲ್ಲಿ ಅಲ್ಲಿ ಸೋಗಾಯ್ತಲ್ಲ ಅಲ್ಲಿ ಹಾಕೋರೆ ಹೋಗಿ ಇಡಿ. ಎಲ್ಲ ಫುಲ್ നീറ്റാಗಿ ಬೇಯಿಸಿ അത് 16 കുപ്പർക്കെ മടിക്ക് ಬೇಯಿಸಿ. സോ ഇവിടെ ഗൈസ് 2 തരത്തിലാണ് മഞ്ഞൾ പൗഡർ ഉള്ളത്. ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്നതൊക്കെ ഇത് വന്നിട്ട് വിത്തിന്റെ പർപ്പസിനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കണം. അതായത് പക്ഷെ ഇവർ അപ്പുറത്തെ സൈഡിൽ വേറെ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ പിന്നെ നല്ല റേറ്റ് വരുന്ന സാധനം. നല്ല വൃത്തി ഉണ്ടാവും, അതുപോലെ തന്നെ വലുതായിരിക്കും. പിന്നെ ഈ മഞ്ഞൾ ഉൽപ്പന്നങ്ങൾക്ക്, ഇപ്പൊ മെഡിസിൻ ആയാലും മറ്റെന്ത് മഞ്ഞൾ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടും കയറ്റുമതി ചെയ്യുന്നതൊക്കെ ആ സാധനമാണ് അവിടെ ഉണ്ട്. പിന്നെ റേറ്റിന്റെ കാര്യം ചോദിച്ചു. ഈ വിത്തൊക്കെ വെക്കുന്ന ഈ മഞ്ഞളുണ്ടല്ലോ, ഇതിന് ജസ്റ്റ് 4,000 റുപ്യ ഒരു കിൻഡലിന്. പക്ഷെ അപ്പുറത്ത് വെച്ചിട്ടുള്ളത് അത് വലുതാണ്. അതിന് വന്നിട്ട് 16,000 രൂപയാണ് അത്ര കിൻഡലിന് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനമാണ് 16,000 രൂപ ഒരു കിൻഡൽ. എനിക്ക് അങ്ങനെ ഇത് ഉണക്കി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ഈ കാണുന്ന അത്രയും മഞ്ഞളാട്ടാ, എന്താ മഞ്ഞളുടെ മണം ഇവിടെ ഫുള്ളായിട്ട്. ഓക്കെ, ഇതാണ് ഇവർക്ക് റേറ്റ് ജാസ്തി വരുന്നത്. ഇത് ഉണക്കിന്റെ ശേഷമാണ് ഇവർ കൊടുക്കുന്നത്. ഉണക്കിയിട്ട് കൊടുക്കുകയാണെങ്കിലാണ് 16,000 രൂപ കിൻഡലിന് റേറ്റ്, നല്ല ക്വാളിറ്റി. ഇപ്പൊ നമ്മൾ താഴെ കണ്ടത് 4,000 രൂപ കിൻഡൽ ക്വാളിറ്റി പച്ചയായിട്ട് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. അത് വിത്തിന്റെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പറഞ്ഞു. കന്നഡത്തിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അങ്ങ് മനസ്സിലായില്ല. അപ്പൊ പുരിയില്ല ആണ് ഇപ്പൊ പുരിയത്. ഇവിടെ വന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഇനി ഇവിടെ വേറെ തക്കാളി ഉണ്ടോ അവിടെ? തക്കാളി ഫ്രഷ് ചെയ്തിട്ടുണ്ടോ? ടമാട്ട കൃഷി. അത്യാവശ്യം ഏരിയ ഒരു കൃഷി ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത്. അതായത് ഫോറസ്റ്റിന്റെ ബോർഡർ, മലന്റെ അടിവാരം, ഡാം സൈറ്റിന്റെ ചുറ്റുഭാഗം ഇത് തന്നെയാണ് കൃഷി. ഞാൻ അപ്പുറത്ത് പോയപ്പോ ചേച്ചിനെ ഇപ്പുറത്തേക്ക് വിളിക്കുന്നു, എന്തിനാണെന്നറിയില്ല. ഇവര് ആണുങ്ങളൊക്കെ കളച്ചെടുക്കും. പെണ്ണുങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള മണ്ണൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് ഫിനിഷിങ് ആക്കും. അതാണ് ഇവരുടെ ജോലി. ഫിനിഷിങ് ആക്കി ഇട്ടാൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ 16,000 കിട്ടും, ഇല്ലെങ്കിൽ 4,000 കിട്ടും. അതൊക്കെയാണ് ഇവര്
ആ റാഗി ബെൻഡ ആ അതെ ഓക്കെ. ആ ഭാഗത്തേക്ക് റാഗി ഉണ്ട്, അതുപോലെ തക്കാളി ഒക്കെ ഉണ്ട് എന്നാണ് അവര് പറയണത്. ഓക്കെ, വലിയ ആകാംക്ഷയോടുകൂടി നമ്മൾ പറഞ്ഞു തരാണ് അവര്. ಇದು ಜಮೀನು ಕೃಷಿಗಳ ನೋಡ್ಬೇಕಂತ ಹೇಳಿದ್ದಾರೆ. ಅದಕ್ಕೆ ಸನಿ ബീബ്രോടെ ഡ്രോണ് പറത്തിയിട്ട് അഭ്യാസം കാണിക്കുന്നുണ്ടോ? അവരൊക്കെ നോക്കി നിൽക്കുന്ന ഡ്രോൺ നിൽക്കുന്നു. ഗ്രാമവാസികൾ ആദ്യമായിട്ട് കാണുന്നു തോന്നുന്നു ഡ്രോൺ. അതാ പോയി. നമുക്ക് തിരിക്കാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ചൊറ ഉണ്ടാവും. അതിൽ കൂടെ എന്തിനു പോയി, ഏതിനു പോയി എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. തിരിക്കാം. ഇവിടെയുള്ള ആൾക്കാരൊന്നും ഈ വില്ലേജിൽ നിന്നല്ല, പുറത്തുനിന്ന് വന്ന് ഇവിടെ പണിയെടുത്തിട്ട് പോകാൻ തോന്നുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇവിടെ കുറച്ച് വീടുകൾ, ഒരു 10-20 വീടുണ്ടാവും. അവരും ഉണ്ടാവും പണിക്ക്. നമുക്ക് ഏതായാലും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വിടാം. ഇവരെന്തായി കെട്ടുന്നേ? ചെക്ക് പോസ്റ്റ് ടാങ്ക് കെട്ടാനുള്ള ടാങ്ക്, വാട്ടർ ടാങ്കിനുള്ള. നമ്മളിനി പോകാൻ പോകുന്നത് ഇന്നത്തെ യാത്രേന്റെ പ്രധാന ഭാഗമായിട്ടുള്ള നൂഗൂർ ഡാം സൈറ്റിന്റെ പരിസരത്തുള്ള ആ നൂഗൂർ ഫോറസ്റ്റ് ഒക്കെ കടന്ന് വേണം പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പുകയിലൻ്റെ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ, കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പറ്റിയ വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.